ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായമാണ്. 9-ാം അധ്യായം. അതിൻ്റെ ആദ്യ ഭാഗത്ത് കർത്താവ് 12 ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇസ്രായേലിൻ്റെ ഇടയിൽ അയക്കുന്നതാണ്. കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കുന്നത്. കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ, പ്രവർത്തിച്ചിരുന്നപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ് അവരെ അയക്കുന്നത്. കാരണം കർത്താവും പ്രവർത്തിച്ചത് യഹൂദന്മാരുടെ ഇടയിലാണല്ലോ. കാരണം യേശുവിനെ അറിയാൻ സാധ്യതയുള്ളതും പ്രവചനങ്ങളുള്ളതും വാഗ്ദത്തങ്ങളുള്ളതും ഒക്കെ യഹൂദന്മാർക്ക്, അവർക്ക് മാത്രമേ ഇവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഇവരെ അയക്കുമ്പോൾ പിശാചുക്കളുടെ മേലുള്ള അധികാരമൊക്കെ അവർക്ക് കൊടുത്ത് രോഗികളെ സുഖപ്പെടുത്താനുള്ള നൽവരം നൽകി കർത്താവ് അവരെ അയക്കുകയാണ്. അവരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ സംരക്ഷണമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. 2 ഉടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് അക്കാലത്തെ സംബന്ധിച്ചുള്ള ആർഭാട ജീവിതത്തെയാണത് ഇത് സൂചിപ്പിക്കുക. ഭക്ഷണം, ഞാൻ എന്ത് ഭക്ഷിക്കും, ഞാൻ എന്ത് ഉടുക്കും, ഞാൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു ആകുല ചിന്ത നിങ്ങൾക്ക് വേണ്ടെന്നർത്ഥം. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് അതിനുള്ള ക്രമീകരണം ദൈവം ചെയ്തു കൊള്ളുമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ താമസിക്കുക, അവിടെ നിന്ന് നിങ്ങൾ സമാധാനം അവർക്ക് ആശംസിക്കുക. അവർ നിങ്ങളെ സ്വീകരിക്കുന്നെങ്കിൽ അവിടെ താമസിക്കുക, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോവുക. ബലം പ്രയോഗിച്ച് അവിടെ താമസിക്കാനോ അവരെ ഫലിപ്പിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നും അവകാശമില്ല ഒരു ദൈവിക ശുശ്രൂഷകന്. ദൈവം ഒരുക്കുന്നിടത്ത് പോവുക എന്നുള്ളതാണ്. ഇന്ന് വാസ്തവത്തിൽ ശുശ്രൂഷ രംഗത്ത് വരുന്നവരൊക്കെ ഭൗതികമായ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുക. കർത്താവ് പറയുന്നതിൻ്റെ ആവശ്യമില്ല, ദൈവം നിങ്ങളെ കരുതിക്കൊള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ദൈവികമായ ശുശ്രൂഷ കഴിഞ്ഞിട്ടുള്ള ആരും പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടാകുന്നുമില്ല. എല്ലാം ദൈവം അത്ഭുതകരമായി അവരെ വഴി നടത്തുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കൊക്കെ ദൗത്യങ്ങളുണ്ട്. എല്ലാവർക്കും ഈ വേദപുസ്തകത്തിലെ വാക്യം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുമെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സുവിശേഷം എന്ന് പറയുന്നത് ജീവിതമാണ്. നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും അതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും നീതിബോധവും, അതാണ് നമ്മുടെ സുവിശേഷം. എല്ലാ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവവും ഒരു ജോലിയല്ല ചെയ്യുക. വ്യത്യസ്തമായ അവയവങ്ങൾ വ്യത്യസ്തമായ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ശരീരം ഇവിടെ നിലനിൽക്കുന്നത്. ആയതുപോലെ തന്നെ ഈ സമൂഹത്തിലും വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവരുണ്ടാവും. അവരവർ ഏർപ്പെട്ടിരിക്കുന്ന വേലകളിൽ ആത്മാർത്ഥതയോടും ദൈവാനുഭവത്തോടും കൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സുവിശേഷമാണ്. അപ്പം നമ്മുടെ ഭാവിയെപ്പറ്റിയോ നാളെയെപ്പറ്റിയോ നമ്മൾ ഒത്തിരി ആകുല ചിന്തരാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കർത്താവ് ഇത്രയൊക്കെ ഇതൊന്നും നിങ്ങൾ എടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കരുതേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള വലിയ ഒരു ഉറപ്പാണത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചാണ് പക്ഷിയെ പോലെയാകുവാൻ കർത്താവ് ആഹ്വാനം ചെയ്തത്. ഞാൻ എന്ത് തിന്നും എന്തുടുക്കും എന്ന ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളോ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം നിങ്ങൾക്ക് സകലവും ലഭിക്കും. അത് ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള വലിയ വാഗ്ദത്തം, ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് നിരാശയും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഹെറോദേസ് രാജാവ് പരിഭ്രാന്തനാകുന്നതാണ്. യേശു തമ്പുരാനിൽ നിന്ന് നിങ്ങളുടെ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ താൻ
വധിച്ച യോഹന്നാൻ ചിലപ്പോൾ തിരിച്ചു വന്നതാവുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. കാരണം യോഹന്നാനെ ശിരച്ഛേദം ചെയ്തതിൽ ഉള്ള ആ കുറ്റബോധം ഹെറോദീസിൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. കുറ്റബോധം എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ കുറ്റബോധത്തിൽ ജീവിക്കാൻ പാടില്ല. കുറ്റബോധമുണ്ടായാൽ ഒന്നിൽ നമ്മളെ തന്നെ നമ്മൾ തിരുത്തണം, ഇല്ലെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് നമ്മളത് ഉപേക്ഷിക്കണം. അല്ലാതെ ഇതിങ്ങനെ കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ലാത്തവർ ചെയ്തത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഹെറോദീസിന് അത് ചെയ്യേണ്ടി വന്നതാണല്ലോ. അപ്പം ആ കുറ്റബോധം അദ്ദേഹത്തെ ഇവിടെ കൂടുതൽ അലട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കുറവുകളും ബലഹീനതകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ആ കുറ്റബോധത്തിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുമ്പോൾ അതൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും നമുക്ക് ഒരു പുതിയ അനുഭവത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 10 മുതലുള്ള വാക്യങ്ങളിൽ 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പുരുഷന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിനു മുമ്പുള്ള 2 സുവിശേഷങ്ങളിലും നമ്മളിത് വായിച്ച് ധ്യാനിച്ചതാണല്ലോ. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. ഒന്നുമില്ലാത്തവരോടാണ് കർത്താവ് പറയുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, അത് മതി. എത്ര പരിമിതമായ ആ കഴിവുകളാണ് നമുക്കുള്ളതും എങ്കിലും, സാഹചര്യം നമുക്കുള്ളതെങ്കിലും, അത് ദൈവകരങ്ങളിൽ അത് സമർപ്പിക്കുമ്പോൾ അതുകൊണ്ട് അനേകമായി വർദ്ധിപ്പിക്കുവാനും അതുകൊണ്ട് അനേകരെ തൃപ്തിപ്പെടുത്തുവാനും ദൈവത്തിന് സാധിക്കും. എനിക്ക് കഴിവുകൾ എനിക്ക് കുറവാണ്, സാഹചര്യങ്ങൾ എനിക്ക് കുറവാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആരും ഭാരപ്പെടേണ്ടതില്ല. ആ കഴിവുകളെ, ആ സാഹചര്യങ്ങളെ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ആ ബാലൻ്റെ കാര്യം മാത്രം ചിന്തിക്കുക. അവൻ്റെ മാതാപിതാക്കൾ അവന് ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ് 5 അപ്പം. അതിൽ ഒരെണ്ണം പോലും അവന് വേണ്ടി മാറ്റി വെച്ചില്ല. അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ആലപിക്കത്തക്കവണ്ണം ശിഷ്യന്മാരെ അവൻ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്രയും ദിവസം, അത്രയും സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള കേട്ട വചനങ്ങളായിരിക്കണം ആ ബാലനെ പോലും അത് മുഴുവൻ നൽകുവാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥത നമ്മെ അത് മുഴുവൻ നൽകുവാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. പൂർണ്ണമായൊരു സമർപ്പണം സാധ്യമല്ലാതെ വരും. അപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ടായിരിക്കണം ആ ബാലൻ അത് സാധിച്ചത്. 2, ആ ശിഷ്യന്മാരുടെ കിട്ടിയത് 5ഉം കർത്താവിൻ്റെ കരങ്ങളിൽ എത്തി എന്നുള്ളതാണ്. ഇന്നാണെങ്കിൽ അത് 5ഉം കർത്താവിൻ്റെ കരങ്ങളിൽ എത്തണമെന്നില്ല. കാരണം ഇടയ്ക്ക് നിൽക്കുന്നവരൊക്കെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മീഷൻ ഇല്ലാത്ത ഒന്നും ഇപ്പോൾ ഇല്ല. എല്ലാം അവനവൻ്റെ ലാഭത്തെ പ്രതിയാണ് പല കാര്യങ്ങളും. സുവിശേഷ രംഗങ്ങളിൽ പോലും മനുഷ്യരെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ എനിക്കെന്ത് ലഭിക്കും, എനിക്ക് എന്ത് നൽകാൻ സാധിക്കും എന്നതിനേക്കാൾ എനിക്ക് ഇതുകൊണ്ട് എന്ത് ലഭിക്കും എന്നുള്ള ഒരു ചിന്തയാണ് കൂടുതലായും ഇന്ന് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷ രംഗം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. എനിക്കെന്ത് ലഭിച്ചു എന്നതിനേക്കാൾ എനിക്കെന്ത് നൽകാൻ സാധിക്കുന്നു എന്ന് മാത്രമാണ് അവിടെ ചിന്തിക്കേണ്ടത്. പിന്നീട് 21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ പീഡാനുഭവത്തെ, ഉദ്ധാനത്തെക്കുറിച്ചും മറ്റ് സുവിശേഷങ്ങൾ പറഞ്ഞതുപോലെ കർത്താവ് വീണ്ടും ഇത് പ്രവചിക്കുകയാണ്. എനിക്ക് താനിങ്ങനെ കഷ്ടം അനുഭവിച്ച് താൻ മരിക്കും, ക്രൂശിൽ മരിക്കും എന്നൊക്കെയുള്ള കാര്യം. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. 23 വാക്യങ്ങൾ, അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെത്താൻ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. നമ്മൾ മനസ്സിൽ എന്താ ഈ കുരിശിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അതായത് കുരിശെടുക്കുക എന്നാൽ ദൈവഹിതം നമ്മുടെ ഹിതത്തെ ഹനിക്കുന്ന അഥവാ ഭേദിക്കുന്ന ഒരിടത്താണ് ക്രൂശുണ്ടാക്കുന്നത്. ദൈവഹിതം നമ്മുടെ ഹിതത്തെ
വേണ്ടെന്ന് വെക്കുന്ന എൻ്റെ ഹിതത്തേക്കാൾ ദൈവഹിതത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്ത് എൻ്റെ ഹിതത്തെ, എൻ്റെ ആഗ്രഹത്തെ, എൻ്റെ ഇച്ഛയെ ഞാൻ ഒഴിവാക്കുമ്പോൾ ഞാൻ ക്രൂശ് വഹിക്കുന്നതായ അനുഭവമാണ്. കുരിശിന് നമുക്കറിയാം ലംബമായുള്ള ഒരു ഭാഗവും അതിന് തിരശ്ചീനമായിട്ടൊരു ഭാഗമുണ്ട്. വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഉണ്ട്. ഇതില് അതിന് ആ വെർട്ടിക്കൽ ലൈൻ ദൈവ മനുഷ്യ ബന്ധമാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ മനുഷ്യ ബന്ധമാണ്. അപ്പം എൻ്റെ താല്പര്യങ്ങളെ, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ ലക്ഷ്യങ്ങളെ എല്ലാം ദൈവഹിതത്തിന് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കും. എന്നിട്ട് ദൈവഹിതം എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെ തന്നെ തയ്യാറാക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ സ്വയം മരിക്കുന്ന അവസ്ഥ. മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കളയാനുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ ആഗ്രഹങ്ങളെ, സ്വാർത്ഥ ചിന്തകളെ നമ്മൾ വെടിയുന്ന ഒരവസ്ഥ. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞു ഓർക്കുക, ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ മറഞ്ഞു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. പൗലോസ് പറഞ്ഞ വചനമാണ്, ഞാൻ മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങളെ ഞാൻ മരിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ മറിഞ്ഞു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞാൽ ഇനി എന്നിലൂടെ നിറവേറ്റപ്പെടുന്നത്, പെടേണ്ടത് ക്രിസ്തുവിൻ്റെ ഹിതമാണ്. അത് ആ ഒരു അവസ്ഥ നമ്മളിവിടെ കടന്നു പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ സ്വയം ത്യജിച്ച് ക്രൂശ് എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷെ നമ്മുടെ ഹിതത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രൂശ് നമ്മൾ വഹിക്കുന്നില്ല, ക്രൂശ് നമ്മൾ ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവനുള്ള അത് പ്രതിഫലം എന്തെന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രന് തൻ്റെ പിതാവിൻ്റെ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഇപ്പോൾ കർത്താവിന് വേണ്ടി നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെ ഒക്കെ നമ്മൾ വെടിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ ആ വരവെങ്കിൽ കർത്താവ് നമ്മളെ ആദരിക്കും, ബഹുമാനിക്കും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളും ക്രിസ്തുവുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ താബോർ മലയിൽ വെച്ച് യേശു തമ്പുരാൻ രൂപാന്തരപ്പെടുന്നതാണ്. ഇത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസ് 9-ന്റെ 2 മുതൽ 8 വരെ വാക്യങ്ങളൊക്കെ നമ്മളിത് വായിച്ചതാണ്. അവിടെയൊക്കെ കർത്താവ് ഇതിനിപ്പോൾ പറയുന്നത് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത സംഭവമാണ് താബോർ മലയിലെ ഈ തേജസ്കരണം, ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ക്രൈസ്റ്റ്. അവിടെ നമ്മൾ കണ്ടതാണ് മോശയും ഏലിയാവും ഒക്കെ കർത്താവിനോട് വന്ന് സംസാരിക്കുന്നതും. അവർ സംസാരിച്ച വിഷയം ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 31-ാം വാക്യം, അവർ മഹത്വത്തോടെ കാണപ്പെട്ടു, അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ യേശു തമ്പുരാൻ താമസിക്കാതെ ജെറുസലേമിൽ ക്രൂശിൽ മരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ദൈവം പോലും തൻ്റെ പ്രവർത്തനങ്ങൾ തൻ്റെ വിശുദ്ധരുമായി ആലോചിക്കുന്നു എന്നുള്ളതാണ്. മോശ ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചടക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏലിയാവ് ഉടലോടെ എടുക്കപ്പെട്ട വ്യക്തികളാണ്. അവർ രണ്ടുപേരും ഇവിടെ താബോർ മലയിൽ വരണമെങ്കിൽ അങ്ങനെ വിശുദ്ധന്മാർക്കും മരണശേഷവും സഞ്ചരിക്കാൻ, അവിടെ ആത്മാക്കൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുപോട്ടെ, അതിനേക്കാൾ ഉപരി അവർ യേശുവുമായിട്ട് യേശു തമ്പുരാൻ നേടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ഘട്ടത്തെ യേശുവിനോട് സംസാരിച്ച്
യേശു ദൈവമാണെങ്കിലും അതേ സമയത്ത് പൂർണ്ണ മനുഷ്യനും കൂടിയാണല്ലോ. ആ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ആ ആ ആ മനുഷ്യത്വപരമായി അതിനെ അതിജീവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കർത്താവിന് ഒരു ധൈര്യം ലഭിക്കത്തക്കവണ്ണം ആയിരിക്കണം അവർ യേശുവിനോട് അവിടെ സംസാരിക്കുന്നത്. കർത്താവ് വിശുദ്ധന്മാരുമായി തൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളൊക്കെ ആലോചിച്ച് കർത്താവ് അവരുമായിട്ട് സംസാരിക്കുന്നു, ആലോചിക്കുന്നു എന്നതിനുള്ള ഒരു വലിയ തെളിവ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ മറ്റ് സുവിശേഷങ്ങൾ പറഞ്ഞൊരു പത്രോസ്ലീഹ പറയുന്നു, നമ്മളിവിടെ സ്ഥിരതാമസമാക്കുന്നതാണ് നല്ലത്. കാരണം അത്രമാത്രം സന്തോഷവും അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സുവിശേഷങ്ങൾ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അവർക്ക് അവിടെ സമർത്ഥമായ ഭക്ഷണം ലഭിച്ചില്ല, മനോഹരമായ ഭവനങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല, മൂടിയുള്ള വസ്ത്രങ്ങളൊന്നും അവർക്ക് അവിടെ ലഭിച്ചില്ല. ഭൗതികമായി അനുഗ്രഹമെന്നോ നല്ലതെന്നോ ഭൗതികമായി നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യവും അവിടെ സംഭവിച്ചില്ല. അവരുടെ സന്തോഷം മോശയെ കണ്ടു, ഏലിയാവിനെ കണ്ടു, കർത്താവിൻ്റെ തേജസ്കരണം കണ്ടു എന്നുള്ളതാണ്. അതാണ് സ്വർഗീയമായ അനുഭവം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ആത്മസംതൃപ്തിയും സമാധാനവുമുണ്ട്. അതാണ് ദൈവരാജ്യ അനുഭവം കർത്താവ് വാഗ്ദത്തം ചെയ്തത്. പിന്നീട് 37 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവോട് ഇറങ്ങി വരുമ്പോൾ, ഇവിടെ പിറ്റേ ദിവസം ഒന്നാണ് കാണിച്ചിട്ടുള്ള മറ്റ് സുവിശേഷങ്ങൾ, മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു എപ്പിലെപ്റ്റിക് പോയി അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു ആ മകനെ അപസ്മാരം എന്ന് പറയുന്ന രോഗത്തിനടിമയായ ഒരു ആൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതാണ്. മറ്റ് സുവിശേഷങ്ങൾക്കറിയാം ശിഷ്യന്മാർക്ക് അത് സാധിച്ചില്ല. അപ്പോൾ കർത്താവോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കാത്തത്. കർത്താവ് അവനോട് സൗഖ്യം കൊടുക്കുന്നു. ഒരു വശത്ത് ആ സന്തോഷം കണ്ട് പത്രോസ് പറഞ്ഞു, നമുക്ക് താഴ്വരയിലേക്ക് പോകണ്ട, ഇവിടെ ഇരിക്കാം. കാരണം താഴ്വരയിൽ ചെന്ന നിന്ന പരിഹാസം, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെയാണ്. താബോറിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല, വളരെ സന്തോഷമാണ്. അപ്പം ആ സന്തോഷകരമായ അവസ്ഥയിൽ ഇപ്പോഴും ഇരിക്കാൻ പത്രോസ് ആഗ്രഹിക്കുന്നു. മറ്റ് മുമ്പുള്ള വായിക്കുന്ന നമ്മൾ വായിച്ച് കർത്താവ് പറഞ്ഞു, ഞാനിവിടെ സ്ഥിരതാമസമാക്കാൻ വന്നവനല്ല, മനുഷ്യപുത്രൻ ഇറങ്ങി വന്നത് ശുശ്രൂഷിക്കാനാണെന്നും പറഞ്ഞ് കർത്താവ് താഴ്വരയിലേക്ക് വന്ന് ഒരു അപസ്മാര രോഗിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഒരു വശത്ത് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ താബോർ മലയാണെങ്കിൽ മറുവശത്ത് രോഗത്തിൻ്റെയും കഷ്ടതയുടെയും പീഡയുടെയും പ്രതീകമായ താഴ്വരയുണ്ട്. നമ്മൾ എപ്പോഴും താബോറിൽ ഇരിക്കേണ്ടവരല്ല, താബോറിലെ അനുഭവമായി താഴ്വരയിൽ നമ്മൾ വരേണ്ടവരാണ്. കർത്താവ് അതാണ് ചെയ്തത്. എന്നും അവൻ താബോറിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു, പ്രാർത്ഥനയിലൂടെ, പിതാവുമായുള്ള സംസർഗത്തിലൂടെ. എന്നിട്ട് താഴ്വര പ്രയാസമേറിയ അനുഭവങ്ങളുടെ ഒരു പ്രതീകമാണ്. അവിടെ കർത്താവ് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രവർത്തിക്കുന്നു. നമ്മളും എല്ലാ ദിവസവും താബോറിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ അവസ്ഥയിലേക്ക്, വേദവായനയുടെ ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിട്ട് താഴ്വരയുടെ അവസ്ഥയിലേക്ക്, ഈ ലോകത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ ആ ചൈതന്യം അവിടെയാണ് നമ്മൾ പ്രകടമാക്കേണ്ടത്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ദൂത്. പിന്നെ കർത്താവ് വീണ്ടും തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്ന ഭാഗം 44-45 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 46 മുതലുള്ള വാക്യങ്ങളിൽ ഞങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള അവരുടെ ഒരു ഹൃദയവിചാരം കർത്താവ് അറിഞ്ഞിട്ട് ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മുന്നിൽ നിർത്തിയിട്ട് ഇവനെ പോലെ നിങ്ങൾ ആകണമെന്ന് കർത്താവ് അവിടെ ആവശ്യപ്പെടുകയാണ്. കാരണം ആ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നുമല്ല അവൻ്റെ പ്രശ്നം. അവൻ ആ ആയിരിക്കുന്ന സാഹചര്യത്തെ പൂർണ്ണമായി അവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അവൻ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ആയിരിക്കുന്ന ആ സാഹചര്യം അവൻ്റെ നിഷ്കളങ്കമായ ഹൃദയം, പൂർണ്ണമായ വിശ്വാസം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ അധികാരം. അല്ലാതെ മറ്റുള്ളവരുടെ മേൽ ഭരണം നടത്തുന്നതും
അല്ലെങ്കിൽ ഏതൊരു അധികാര സ്ഥാനത്തിരിക്കുന്നതുമൊന്നുമല്ല എന്ന് കർത്താവ് അവരെ അവിടെ ബോധ്യമാക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. ഇനി 51 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ആരോഹണത്തിനുള്ള ദിവസങ്ങൾ അടുത്തപ്പോൾ, ആരോഹണം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ക്രൂശാരോഹണമാണ്, സ്വർഗാരോഹണമല്ല. സ്വർഗാരോഹണം കർത്താവിന് മരണത്തിന് ശേഷം, പുനരുദ്ധാന ശേഷമാണ് സംഭവിക്കുക. ഇവിടെ ആരോഹണത്തിനുള്ള കാലം അടുത്തപ്പം എന്ന് പറയുന്നത് ക്രൂശാരോഹണത്തിനുള്ള സമയം അടുത്തപ്പം കർത്താവ് യെരുശലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് 2 ദിവസം ശമറിയ ദേശത്തൊന്ന് താമസിക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. കാരണം ശമരിയയിൽ നമുക്കറിയാം യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹമാണല്ലോ. കാരണം കർത്താവിന് ഒരു അനുഭവമുണ്ട് ഇതിനു മുൻപ്. അതായത് ശമരിയ ദേശത്ത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മളത് വിശദമായിട്ട് പഠിക്കും. അവിടെ ശമരിയ സ്ത്രീയുമായുള്ള സംഭാഷണമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ശമര്യർ ആരാന്ന് ചോദിച്ചാൽ രാജാവായ ഒമ്രി ശേമറിനോട് വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തിനാണ് സമറിയ എന്ന് പേരിട്ടു. ആ സ്ഥലത്ത് യേശുക്രിസ്തുവിന്, അതായത് BC 72 ആസൂഡ് രാജാവ് സിൻഗോൻ സമറിയ അവിടെ പിടിച്ചടക്കി. എന്നിട്ട് ഇസ്രായേലിയരെ അടിമകളാക്കി അദ്ദേഹം ബാബിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള കുറേ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഇത് താമസിപ്പിച്ചു. അപ്പം അവരുമായിട്ട് ഈ ബാബിൽ പ്രവാസത്തിൽ പിടിക്കപ്പെടാതെ ഇവിടെ നിന്ന ആളുകൾ, യഹൂദന്മാർ, ഇവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ജാതീയമായ വിശ്വാസത്തിലേക്ക് അവർ പകുതി പോവുകയൊക്കെ ചെയ്തു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വരുമ്പോൾ വിശദമായി ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനുള്ളവരാണ് സമര്യർ. അപ്പം അതുകൊണ്ടാണ് അവർ ബാബിൽ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനം മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പുതുക്കി പണിയാൻ തുടങ്ങിയപ്പോൾ ഇവരും പറഞ്ഞു, ഞങ്ങളും യഹോവയെ ആരാധിക്കുന്നവരാണ്, നമുക്ക് ഒന്നിച്ച് ദേവാലയം പണിയാൻ. യഹൂദന്മാരത് സമ്മതിച്ചില്ല. അപ്പം അതിൻ്റെ വാശിക്ക് അവർ അതിനെ എതിർമലയിൽ മറ്റൊരു ദേവാലയം പണിതു. അത് ഗെരിസീൻ എന്ന് പറയുന്നതായ മലയിൽ. അതാണ് സമരിയാസ്ത്രീ പറഞ്ഞത്, നിങ്ങൾ യഹൂദന്മാർ പറയുന്ന ദൈവം ആ മലയിലാണ്, ഞങ്ങൾ സമരിയർ പറയുന്നു ദൈവം ഈ മലയിലാണ്. കർത്താവിനോട് പറയുന്ന സാഹചര്യം അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രദേശത്ത് കർത്താവിൻ്റെ ക്രൂശാരോഹണം അടുത്തപ്പം കർത്താവ് അവിടെ പോകാൻ ആഗ്രഹിക്കാൻ കാരണം ആ സ്ഥലത്ത് കർത്താവ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചപ്പോൾ സമരിയ സ്ത്രീ മുഖാന്തരം ഒറ്റ ദിവസം കൊണ്ട് ആ പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ട, യേശുവിനെ അംഗീകരിച്ച, വിശ്വസിച്ച ഒരു സ്ഥലമാണത്. അപ്പോൾ തൻ്റെ അവസാന യാത്ര 2 ദിവസം ഇവിടെ ചെലവഴിക്കാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് കർത്താവ് 2 ശിഷ്യന്മാരെ, യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് പറഞ്ഞു വിടുന്നുണ്ട്. കർത്താവ് അവിടെ ചെല്ലുമ്പോൾ തനിക്കവിടെ താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടി മുന്നമേ അവരെ അവിടെ പറഞ്ഞയച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ശമര്യര് സമ്മതിച്ചില്ല. കാരണം നേരത്തെ കർത്താവ് വന്നപ്പം അവരെല്ലാം മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്തവരാ. വീണ്ടും അവരുടെ ജാതീയമായ വിശ്വാസം അല്ലെങ്കിൽ ജാതീയമായ അവരുടെ ആ ഒരു പ്രശ്നം അവരുടെ മനസ്സിൽ വന്നപ്പോൾ യേശു പൂർണ്ണരായും യഹൂദനാണല്ലോ, യേശുവിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. അപ്പോൾ ഈ പത്രോസിനും അല്ലെങ്കിൽ ഈ യാക്കോബിനും യോഹന്നാനും ഭയങ്കരമായ കോപമുണ്ടായി. എന്നിട്ട് അവര് വന്ന് യേശുവിനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കുവാൻ. പണ്ട് ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അന്നത്തെ ആ ജാതികളെ മുഴുവൻ നശിപ്പിച്ച സംഭവം 1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ സംഭവമൊക്കെ ഇവരുടെ മനസ്സിലുണ്ട്, അവരത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ അതുപോലെ അങ്ങ് പ്രാർത്ഥിക്കട്ടെ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെയൊക്കെ നശിപ്പിച്ച് കളയുവാൻ. അവരിലെ ആ വലിയ ഒരു വൈരാഗ്യ ബുദ്ധി പെട്ടെന്ന്, കാരണം കർത്താവിനെ നേരത്തെ സ്വീകരിച്ചവർ അന്ന് അവനെ പുകഴ്ത്തി പറഞ്ഞു, ഇപ്പൊ കർത്താവിനെ അവിടെ സ്വീകരിക്കുന്നില്ല എന്നുള്ള അവരുടെ ദണ്ണം. അപ്പോൾ
കർത്താവ് അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഏതാത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? യേശു അവരോട് ചോദിക്കുന്നു, ഞാൻ ഇത്രയും നാൾ നിങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? ഞാൻ നിങ്ങളിൽ പകർന്ന ആത്മാവ് ഏതാണ്? അത് പ്രതികാരത്തിൻ്റെ ആത്മാവാണോ, സഹനത്തിൻ്റെ ആത്മാവാണോ? ഇതിനു മുമ്പ് കർത്താവ് ഇവരെ പഠിപ്പിച്ചു, ഒരു കൈയുടെ തടിക്കുന്നവനെ മറുകൈയുടെ കാണിച്ചു കൊടുക്കണം, ശത്രുവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞത് ശിഷ്യന്മാർ അങ്ങ് മറന്നുപോയിട്ട് അവരുടെ ആ ജാതീയമായ അല്ലെങ്കിൽ ആ ഒരു വലിയ വിദ്വേഷം മനസ്സിൽ വന്നിട്ട് നമുക്ക് എതിര് നിൽക്കുന്നവരൊക്കെ നശിക്കണമെന്നുള്ളൊരു ആഗ്രഹം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ അംഗീകരിക്കാത്ത, നമ്മുടെ നിലപാടിനോട് യോജിക്കാത്തവരൊക്കെ നശിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ യേശു നമ്മളോട് ഒരു കാര്യം പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, നിങ്ങളിൽ ഏത് ആത്മാവാണെന്നൊരു നിമിഷം ഒന്ന് ചിന്തിക്കുക. പ്രതികാരത്തിൻ്റെ ആത്മാവാണോ നമ്മിൽ വസിക്കുന്നത്, സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവാണോ? ഇത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമുക്കനുകൂലമല്ലാത്തവൻ, നമ്മളെ അംഗീകരിക്കാത്തവൻ, നമ്മളെ സ്നേഹിക്കാത്തവരൊക്കെ നശിച്ചു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇതവർ ചോദിക്കും, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ എന്ന്. പ്രാർത്ഥന ആരെയും നശിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യേശു തമ്പുരാൻ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കി തന്ന ദൈവം പൂർണ്ണമായും സ്നേഹമാണ്. ദൈവത്തിൻ്റെ ആത്മാവും പൂർണ്ണമായ സ്നേഹവും സഹനവും ത്യാഗത്തിൻ്റെ ആത്മാവാണ്. അതൊരിക്കലും പ്രതികാര ബുദ്ധിയോടെ ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആത്മാവല്ല. എന്നിട്ട് കർത്താവ് അവിടെ നിന്ന് അവരെ, ശിഷ്യന്മാരെ കർത്താവ് ശാസിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ലേ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രതികാര ബുദ്ധി ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളുള്ള ആത്മാവ് ഏതാണ്. അതുകൊണ്ട് ആ പ്രതികാരത്തിൻ്റെ ആത്മാവിനെ മാറ്റി സഹനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. 57 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗമാണ് ഇവിടെ പറയുക. കർത്താവ് വഴി പോകുമ്പോൾ ഒരുവൻ വന്ന് കർത്താവിനോട് പറയുകയാണ്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവിൻ്റെ ശിഷ്യത്വം അവൻ പ്രതീക്ഷിക്കുന്നു. യേശു അവനോട് പറയുന്നുണ്ട്, ഇത് കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായിപ്പാൻ ഇടമില്ല. ഇവൻ കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചത് അവന് ഭൗതികമായ കുറെ നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പക്ഷിക്കും കുറുനരിക്കുമുള്ള അത്രയും സംരക്ഷണം പോലും സാഹചര്യം പോലും എൻ്റെ ജീവിതത്തിലില്ല. നീ അത് പ്രതീക്ഷിച്ച് എന്നെ അനുഗമിക്കേണ്ട കാര്യമില്ല എന്നാണ് അവൻ്റെ മനസ്സിൽ. ഇപ്പോൾ കർത്താവിന് മനസ്സിലായി കാണുമല്ലോ. അവൻ പിന്നെ കർത്താവിനെ അനുഗമിച്ചതായി നമ്മളിവിടെ വായിക്കുന്നില്ല. അവൻ അന്നേരമേ കർത്താവിനെ വിട്ടുപോയി. അവനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവൻ കർത്താവിൻ്റെ ശിഷ്യത്വം പ്രതീക്ഷിച്ച് വന്നത്. നമ്മളും പലപ്പോഴും കർത്താവിനെ അന്വേഷിക്കുന്നതും ആ ശിഷ്യത്വം പ്രതീക്ഷിക്കുന്നതും ഭൗതികമായി കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ അത് കർത്താവ് ആ ശിഷ്യത്വത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കർത്താവ് വേറൊരുവനെ കണ്ട് ഈ മനുഷ്യനെ കർത്താവ് ശിഷ്യത്തിലേക്ക് വിളിച്ചതല്ല, അവൻ ഇങ്ങോട്ട് വന്നവനാണ്. അവനത് കേട്ടപ്പോൾ അങ്ങ് പോയി. പിന്നെ ഇനി ഒരുത്തനെ കർത്താവ് വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ച പ്രായമായിട്ടിരിക്കുന്നു, അപ്പൻ്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി
ദൈവരാജ്യം പ്രസംഗിക്കുക. ഇത് വായിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് മരിച്ചവനെ സംസ്കരിക്കാൻ പറ്റുക? ഒരു മൃതശരീരത്തിന് മറ്റൊരു മൃതശരീരത്തെ എഴുന്നേറ്റ് സംസ്കരിക്കാൻ പറ്റുമോ? ഒരിക്കലും ആവില്ല. പിന്നെ ഏതർത്ഥത്തിലാണ് കർത്താവ് മരിച്ചവനെ അടക്കട്ടെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അർത്ഥം, നീ ഇപ്പൊ ജീവനിലേക്ക്, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ ജീവനിലേക്ക് നീ വിളിക്കപ്പെട്ടു. ഈ വിളിക്കപ്പെടാതെ നിന്റെ ഭവനത്തിലിരിക്കുന്ന മറ്റുള്ളവരുണ്ട്, നിന്റെ സഹോദരങ്ങളോ കുടുംബാംഗങ്ങളോ ഒക്കെ ഉണ്ട്. അവർ നിന്റെ അപ്പൻ മരിക്കുമ്പോൾ ആത്മീയമായി ആ ജീവനിലേക്ക് കടന്നു വരാത്ത മരിച്ച അവസ്ഥയിലായിരിക്കുന്ന അവർ നിന്റെ അപ്പൻ്റെ കാര്യം അവർ നോക്കിക്കൊള്ളും. നീ അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിന്നെ ഞാൻ വിളിക്കുന്നു, നീ പോയി ദൈവരാജ്യം അറിയിക്കണമെന്നാണ് കർത്താവ് ഈ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ മൃതശരീരത്തെ സംസ്കരിക്കുമെന്നല്ല. ആത്മീയമായി മരണാവസ്ഥ, ദൈവത്തിൻ്റെ വിളി ലഭിക്കാതെ ആ മരണാവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവർ നിന്റെ കുടുംബത്തിൽ മറ്റു ധാരാളമുണ്ട്. നീ ഒരാളില്ലെങ്കിലും അവർ നിന്റെ അപ്പനെ അവിടെ കൊണ്ടുവന്ന് അടക്കിക്കൊള്ളും. നീ ദൈവം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രതി നമുക്കുള്ള ദൗത്യത്തെ നമ്മൾ മറക്കാൻ പാടില്ല, പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കർത്താവ് ഇവിടെ വെളിവാക്കി തരുന്നത്. വേറൊരുവനെ കർത്താവ് വിളിച്ചതായിരിക്കാം. അപ്പം അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാൻ തയ്യാറാണ്, എനിക്ക് നിന്റെ ശിഷ്യനാകാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവാദം, അവരുടെ യാത്ര പറയാനൊരു അവസരം എനിക്ക് നീ നൽകണം. കർത്താവ് വഴിയിൽ വെച്ചാണല്ലോ ഇവനെ വിളിക്കുന്നത്. മറ്റു ശിഷ്യന്മാരെയൊക്കെ കടൽക്കരയിൽ വെച്ച് വിളിച്ചപ്പോൾ അപ്പോൾ തന്നെ വലയും വള്ളവും ഉപേക്ഷിച്ച്, അപ്പനെയൊക്കെ ഉപേക്ഷിച്ച് അവർ കർത്താവിൻ്റെ പിന്നാലെ വന്നു. അവരവരുടെ കുടുംബത്തെ പറ്റിയോ മറ്റേ സാഹചര്യങ്ങളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ പത്രോസും മറ്റു ശിഷ്യന്മാരൊക്കെ വന്ന് നമുക്കറിയാം. ഇവൻ പറയുന്നത്, എനിക്ക് നിന്റെ ശിഷ്യത്വം ഇഷ്ടമാണ്, നിന്നെ അനുഗമിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ വീട്ടിൽ പോയി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളോട് വീട്ടിൽ എനിക്ക് ക്രമീകരിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ വരാം. നമ്മളും പലപ്പോഴും ഇങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തനമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒക്കെ നമുക്കുണ്ട്. ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ നമ്മൾ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ചിട്ട് നമ്മളും നേരത്തെ മനസ്സിൽ കൊട്ടു, ഞാൻ പ്രായമാകുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് എനിക്ക് സുവിശേഷ പ്രവർത്തനത്തിന് എനിക്കിറങ്ങണം, എനിക്ക് നല്ലൊരു വീട് വെക്കണം, എനിക്കൊരു അല്ലെങ്കിൽ ഇനി പിന്നെ ജീവിക്കാനുള്ള പെൻഷൻ ലഭിക്കത്തക്കവണ്ണമുള്ള ജോലികളൊക്കെ ചെയ്യുക, എൻ്റെ മക്കളെയൊക്കെ വിവാഹം കഴിപ്പിക്കുക, അങ്ങനെയുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പ്രായമാകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് ഞാൻ കർത്താവിൻ്റെ ശിഷ്യനായി പിന്നെ ഞാൻ പൂർണ്ണമായി കർത്താവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷേ കർത്താവ് അന്നേരം പറഞ്ഞൊരു വാക്ക്, കർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി ഇതാണ്: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കലപ്പയിൽ കൈവെക്കുന്നത് മുന്നോട്ട് ഉഴാൻ വേണ്ടിയാണ്. കാള മുന്നോട്ടാണ് പോകുന്നത്, ആ കലപ്പയുടെ ചുണ്ടും മുന്നോട്ടാണ്. അതേ പിടിച്ചിട്ട്, കാരണം കാള മുന്നോട്ട് മാത്രമേ പോകുള്ളൂ, പുറകോട്ട് നോക്കുന്ന എന്ന് പറഞ്ഞ കർത്താവോട് പറഞ്ഞതിൻ്റെ അർത്ഥം, പുറകോട്ട് കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ഹാർട്ട്, ചഞ്ചല ഹൃദയം. ചഞ്ചല ഹൃദയം ഒരിക്കലും ശിഷ്യത്വം നമ്മളെ ശിഷ്യന്മാരാകാൻ അനുവദിക്കുകയില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് നമ്മൾ മുന്നോട്ടാണ് പോവേണ്ടത്. നമ്മളെ ബാക്കിയൊക്കെ പിന്നിലുള്ളതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുന്നു. ആ ഒരു മനോഭാവമാണ് കർത്താവ് ഇവിടെ ആവശ്യപ്പെടുക. അന്നേരം പിന്നിലുള്ളതോ അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങളോ നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഒരുവൻ കർത്താവിന് ഞാൻ ഇങ്ങോട്ട് വന്നവനാണ്, അപ്പോൾ അവൻ പ്രതീക്ഷിച്ച പോലെ സുഖസൗകര്യങ്ങളില്ല എന്ന് കേട്ടപ്പോൾ അവൻ അപ്പോൾ തന്നെ കർത്താവിനെ വിട്ടേച്ചു പോയി. മറ്റവരെ രണ്ടുപേരെ കർത്താവ് വിളിച്ചപ്പോൾ അവരവരുടെ സാഹചര്യങ്ങളാണ് പറഞ്ഞു, ഭൗതികമായതൊക്കെ ക്രമീകരിച്ചിട്ട് ഞങ്ങൾ വരാം, ഒന്നുമല്ലെങ്കിൽ ഒരു യാത്ര പറയാനെങ്കിലും ഒരു അവസരം ഞങ്ങൾക്ക് തരണമെന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ളവരെ ശിഷ്യത്വത്തിന് കൊള്ളില്ല,
ചഞ്ചല ഹൃദയം ഉള്ളവരെ കൊള്ളില്ല. കലപ്പയ്ക്ക് നമ്മളൊക്കെ കലപ്പയിൽ കൈവച്ചവരാണ് മാമോദീസായത്. ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്നുള്ള ഒരു പ്രതിജ്ഞയോടെ ക്രൈസ്തവ ജീവിതം നമ്മൾ ആരംഭിച്ചവരാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളും അല്ലെങ്കിൽ ഈ ഭൂമിയിലെ മറ്റു കാര്യങ്ങളും അതിൽ നിന്ന് നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കാതെ മുന്നോട്ട് തന്നെ പോകുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. ഈ ദൂതുകൾ ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കുവാൻ കാരണമാകട്ടെ. ഇതനുസരിച്ച് ദൈവമേ, അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഇനിയുള്ള ജീവിതമെങ്കിലും ഈ ഞങ്ങളുടെ വേദവായനകൾ, പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ രോഗികളായിട്ടുള്ളവരും ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവരും ആകസ്മികമായ വേർപാടിലൊക്കെ അതീവ ദുഃഖിതരായി കഴിയുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.